നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുംഭം രാശിഫലമാണ്. ഈ രാശിയിലുള്ള നക്ഷത്രങ്ങൾ അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരോരുട്ടാതി ആദ്യ ഭാഗം എന്നിവയാണ്. ഇവരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയാണ് കുംഭം, പുരുഷരാശി. ഈ രാശിയിൽ ജനിച്ചവർ പ്രതാപികളായിരിക്കും. ധനപരമായിട്ട് ഉയർന്നൊരു നിലയിലായിരിക്കും. എന്നിരുന്നാലും ചെറിയൊരു അഹംഭാവം ഉണ്ടായിരിക്കുന്നതുമാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ ഉയർന്നൊരു നിലയിലാണല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇവർ എന്തോ ഒരു അഹംഭാവമാണ് അല്ലെങ്കിൽ അഹങ്കാരികളാണ് എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇവരെ കാണുന്നത്. എന്നിരുന്നാലും ബന്ധുക്കൾ ശത്രുക്കളാണ് എന്നുള്ള നിലപാടായിരിക്കും. അത്രയും സ്നേഹിക്കുന്നവരും അത്രയും ആത്മാർത്ഥമായിട്ടും കൂടെ നിൽക്കുന്നവരുമായിരിക്കും കൂടുതലായിട്ടും ശത്രുക്കളായിട്ട് ഉണ്ടാവുന്നത്. ഇവർ ഏതൊരു കാര്യത്തിനും പുറപ്പെടുകയാണെങ്കിൽ പരാജയത്തിലായിരിക്കും അവസാനിക്കുന്നത്. തൊഴിലിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും തടസ്സങ്ങളാണ് മുന്നിലുണ്ടാവുക. എന്നിരുന്നാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ചിട്ട് ഇവർ വിജയം കരസ്ഥമാക്കുന്നതുമാണ്. വിജയത്തിൽ എത്തിച്ചേരും. മനസ്സിൽ ഉറച്ച കാര്യം നേടിയെടുക്കുന്നവരാണ്. കയ്യിലുള്ള പണത്തിനേക്കാളും പുറമേ കാണിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. ഇവർ പൊതുവെ ഭാഗ്യമുള്ളവരായിരിക്കും. മറ്റുള്ളവർക്ക് സാമ്പത്തികത്തിൽ വളരെ ഉന്നത നിലയിലാണ് എന്നുള്ള തോന്നലുണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഇവരുടേത്. എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പലപ്പോഴും കഴിയാറില്ല. എല്ലാം സാധിക്കുമെന്നുള്ള വാക്ക് കൊടുത്തുവെങ്കിലും ആ വാക്ക് പാലിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാ സുഖജീവിതങ്ങളും അനുഭവിക്കാനുള്ള യോഗമുള്ളവരാണ്. എന്നിരുന്നാലും വിവാഹശേഷം നല്ലൊരു സ്ഥാനത്തെത്തുന്നതുമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു നിലയിലെത്തുന്നതാണ്. പലരും വിദേശത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അന്യ സ്ഥലത്താണ് അധികം ജോലിയിലായാലും മറ്റ് എന്ത് കാരണത്താലായാലും നമ്മുടെ ഭവനം വിട്ടിട്ടായിരിക്കും കൂടുതലും പേരും. ഇവരിൽ ചിലർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം ഖം ഗണപതായ നമഃ 38 തവണ ജപിക്കുക. എല്ലാം ശുഭമായി വരുന്നതാണ്.